Good afternoon. Good afternoon. Good Good afternoon, Miss. Okay, good afternoon. Afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, teacher. How are you? Fine. Good afternoon, Miss. Good afternoon. Okay, we can start. Yes, we can. Who is going to do prayer? Prayer ഞാൻ ചൊല്ലാം. We thank you, God, for the word so sweet. We thank you, God, for the food we eat. We thank you, God, for the birds that sing. We thank you, God, for everything. Okay, next. What next? Thought of the day. Please. Good afternoon to all. I am Geeta Anu. I warmly invite Jisha teacher, technical section Rijo sir and Rakhi ma'am and all my dear friends. Welcome to today's thought. As Maria Montessori once said, the greatest gift we can give our children are the roots of responsibility and the wings of independence. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തിന്റെ വേരുകളും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമാണ്. താങ്ക് യു. Very good. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം മൈ ഹാർട്ട് ഞാൻ പറയുവാണെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും പെട്ടെന്ന് കയറിയ ഒരു ബാച്ച് നിങ്ങളുടെയാണ്. ആ മെത്തേഡിലേക്ക് പാർട്ട് 3 ആണ് ആക്ച്വലി മെത്തേഡ് എങ്കിലും പാർട്ട് 2 ആയപ്പോ തന്നെ ഇറ്റ്സ് ദർ ഇൻ യുവർ ഹാർട്ട്. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഫോർ ദ ഡേ ഉള്ളൂ, സൈൻ ഇൻ ഒന്നുമില്ല. ഇന്നൊരു ബാച്ചിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഈ തോട്ട് ഫോർ ദ ഡേയും സൈൻ ഇന്നും ഒരുപോലെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആക്ച്വലി ഒരുപോലെ അല്ല, ബട്ട് ഞാനായിട്ട് കറക്റ്റ് ചെയ്യില്ല, നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ദേ വിൽ ഡു ദ സൈൻ ഇൻ എ ഡിഫറെന്റ് യൂണിക് വേ. ആക്ച്വലി തോട്ട് ഫോർ ദ ഡേ ഇറ്റ്സ് ഡിഫറെന്റ്. സൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആങ്കറിംഗ് ഒക്കെ ചെയ്യില്ലേ, ഒരു ഫംഗ്ഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യില്ലേ. ഫോർ എക്സാമ്പിൾ രഞ്ജിനി ഹരിദാസ്, റേഡിയോ ജോക്കീസ് അവരുടെയൊക്കെ യുണീക് സ്റ്റൈൽ ഉണ്ടല്ലോ. അവര് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ അവർ ആ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് വരുമ്പോഴേക്കും അവര് കൊടുക്കുന്ന ഒരു ഇൻട്രോ, എല്ലാവരെയും വിഷ് ചെയ്തിട്ട് ഒരു ഇൻട്രോ കൊടുക്കുമല്ലോ, അവരുടേതായിട്ടുള്ള ഒരു റിഥമിക് ടോണില്, അവരുടേതായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ. So you people can you in your own unique way, like but one condition is there, sign in ആവുമ്പോ വീഡിയോ ഓൺ ചെയ്യണം. ഡാൻസിങ് സ്റ്റെപ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് സ്റ്റൈലായിട്ട് അങ്ങനെ പറയാം. അപ് ടു യു. ഓക്കെ ഓക്കെ ദെൻ. സോ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കുറെ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ എക്സ്പ്ലോഷൻസ് ആയിട്ട് വരുന്നതാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് റീഡിങ്ങിന് മുമ്പ് തന്നെ അവർക്ക് റൈറ്റിംഗ് വരും അല്ലെ. കുട്ടി എഴുതി എന്നുള്ളതിന് പകരം എപ്പോഴും എന്താ പറയാ, ഞാൻ വരച്ചു, അങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ എ വരച്ചു, ഞാൻ ബി വരച്ചു. അവര് ആ റൈറ്റിംഗ് വായിക്കുന്നതിന് മുമ്പ് തന്നെ റൈറ്റിംഗ് അവർക്ക് വരുന്നു. എന്നിട്ട് ഗ്രാജുവലി ആണ് റീഡിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആർ ദ ടു എക്സ്പ്ലോഷൻസ്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നടക്കുന്ന 2 എക്സ്പ്ലോഷൻസ് ആണ്. നിർബന്ധിച്ച് കൈ പിടിച്ച് ഞെക്കി പീച്ചി ഒന്നും അല്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ എഴുതിക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് പറഞ്ഞത്. നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാക്കിയോ? നമുക്ക്
നമുക്ക് ഇതിനൊപ്പം പാരലായി തന്നെ പോകാം. കാരണം ഓരോ ബാച്ച് വരുമ്പോഴാണ് കുറെ കൂടെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ആവുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ബാച്ച് ആയപ്പോ എനിക്ക് തോന്നുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ 5 ഏരിയാസ് ആണ്. 5 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ഏരിയ, സെക്കൻഡ് വൺ സെൻസോറിയൽ ഏരിയ, മൂന്നാമത്തെ ഏരിയ ലാംഗ്വേജ് ഏരിയ, നാലാമത്തെ മാത്തമാറ്റിക്കൽ ഏരിയ, ഫിഫ്ത്ത് വൺ ലാസ്റ്റ് വൺ സയൻസ് ഏരിയ. അങ്ങനെ 5 ഏരിയ ആയിട്ടാണ് ഒരു മോണ്ടിസോറി സ്കൂളിലെ മോണ്ടിസോറി എൻവയോൺമെന്റിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ഏരിയ ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽസ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് നമ്മുടെ കുക്കിംഗ് ലാബിലാണ് അല്ലെ, കിച്ചണിൽ. സോ കിച്ചൺ ആണ് ശരിക്കും പ്രാക്ടിക്കൽ ഏരിയ. അവിടെ ഓവൻ ഉണ്ടാകും, മാസ്ക്, അനിമൽ മാസ്ക്. ഓക്കെ റീന, ക്യാൻ യു ഷോ ദാറ്റ്? Yes, Miss. വെരി ഗുഡ്. സിംബാന്നോ എന്തെങ്കിലും പേര് വിളിക്കാം അല്ലെ? യെസ്, ഗുഡ്. നല്ലൊരു സ്റ്റോറി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് മാസ്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി കളർഫുൾ ആൻഡ് വെരി ക്യൂട്ട്. Thank you, Miss. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 2 കഴിഞ്ഞ് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കുറെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ പഠിക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഒരു ബാച്ചിൽ നിന്ന് ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയതിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ പോയതേ ഉള്ളൂ. UKG ആയിരുന്നു. UKG-ക്കാർക്ക് അവരുടെ സബ്ജക്ട്സ് എടുക്കാൻ 2 ടീച്ചേഴ്സ് ഉണ്ട്. ഭയങ്കര നമുക്ക് സങ്കടം തോന്നും. കാരണം കുഞ്ഞുങ്ങളെ വണ്ടി വെച്ച് പീഡിപ്പിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത് ആ കുട്ടി പറഞ്ഞു. അപ്പൊ അതിനോടും പറഞ്ഞു ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആകെ ആളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നു ആള്. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ പോയിട്ട് ഒബ്സർവേഷൻ മാത്രം, ആ ടീച്ചർമാർ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് ക്ലാസ്സിൽ ഇരുന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നു. 25 സ്റ്റുഡൻസ് ഉണ്ട്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ആ ഒരു ഏജ് നമുക്ക് ഊഹിക്കാല്ലേ, അവർ ഇരിക്കുന്നിടത്ത് ഇരിക്കില്ല. സോ ആ ഒരു എന്തോ Nowadays we can't touch kids, like be it parents or teachers. യെസ് ഷുവർ, ബട്ട് ആ സ്കൂളിൽ ഡിഫറെന്റ് പറയും. അങ്ങനെ പേടിപ്പിച്ച് അങ്ങനെ എനിക്ക് അവർക്ക് താല്പര്യമില്ലാത്ത പോലെ പഠിപ്പിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. ഫ്രം ദ ഹാർട്ട് ദേ ആർ നോട്ട് ടീച്ചിങ് ദം ഓർ ലേണിംഗ് ദം എനിത്തിങ്. ആ ഒരു ഹൃദയത്തിൽ നിന്ന് വരേണ്ടതൊന്നും വരണില്ല. അത് കുഞ്ഞു കുട്ടികളല്ല. UKG എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഏതൊരു കുട്ടിയോടും നമ്മള് അങ്ങനെ തന്നെ ആയിരിക്കും, നല്ല രീതിയിലായിരിക്കണമല്ലോ. മീൻസ് സോഫ്റ്റ് ആയിട്ട് ഒരു ലവിങ് കെയർ അതായിരിക്കണമല്ലോ. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ എന്ത് ചെയ്യും മിസ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഹൈപ്പർ ആക്റ്റീവ്നെസ്, ആ ഒരു എനർജി നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇൻ ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഇത് പറയാനുണ്ടെങ്കിൽ പറയാം. ഇൻ ഔട്ട് അത് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ അത് പഠിപ്പിക്കും? ഇൻ ഓണോ അങ്ങനെ എന്തെങ്കിലും അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റിൽ ബോൾ ഇട്ട് അങ്ങനെ കാണിക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളല്ലേ, നമ്മളുടെ പണ്ടത്തെ നമ്മള് കുഞ്ഞിലെ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, കുളങ്കര, അതല്ലേ അവർക്ക് നല്ലത്. കുളങ്കര. അതാകുമ്പോ കുറെ ക്ഷീണിക്കും. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെ എനർജി മുഴുവൻ അതിലങ്ങ് യൂസ് ചെയ്ത് പിന്നെ ക്ഷീണിച്ച് ഒരു ഭാഗത്തിരുന്നോളും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ജയിക്കാൻ പറഞ്ഞു. ശ്രമിച്ചു നോക്കാലോ നമുക്ക്. ഈ ബോൾ ഇടുന്നതെന്ന് പറയുമ്പോൾ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നല്ലപോലെ ഒന്ന് ഫിസിക്കലി അവരെ ഒന്ന് ഇതാക്കിയാലാണ് അവരുടെ ആ എനർജി മുഴുവനും ആ ഒരു ഇതിലേക്ക് ആവുള്ളൂ. അപ്പൊ നമ്മളത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണം. ഇത് ജയിക്കാൻ പറഞ്ഞു. നല്ലപോലെ ചാടിക്കുക, നല്ലപോലെ ഓടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിയാവും. പക്ഷെ മറ്റേ 2 ടീച്ചർമാരുടെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് ചെയ്യുന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ്. ഇതുവരെയും പോയവർക്ക് ആർക്കും ഇങ്ങനെ ഒരു വിഷമമുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ നിങ്ങൾ Maybe നോക്കുക. she can change now. Yeah, sure, definitely. She can bring change in that school also. Sure. ചിലപ്പോ അവരെ കണ്ടിട്ട് other teachers will also learn. അതന്നെ, അങ്ങനെ സംഭവിക്കാം. എനിക്ക് ഉള്ളിൽ അങ്ങനെ തോന്നി. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കുട്ടിക്ക് അടുത്ത ക്ലാസ്സിൽ. ഇങ്ങനെ അധികം ഇന്നവര് വരുമ്പോ പറയാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് വീക്ക് ആണ് ഇങ്ങനെ പറഞ്ഞത്. പോയി ഒരു ദിവസമേ പോയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, ഒരു അനുഭവം ഇതായിരുന്നു, എന്ത് ചെയ്യുന്ന അറിയില്ല, പാവം കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഓർത്തേക്ക് നമ്മളൊന്ന് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അതുങ്ങൾ വിറച്ചു പോകും. അങ്ങനെ ഷൗട്ടിങ് ഒക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ ഒരു മുറിവ്, മീൻസ് ആ ഒരു പേടിയൊക്കെ
ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരിക്കും. സ്കൂളിൽ പോകാൻ പോലും കുട്ടികൾക്ക് മടിയായിരിക്കും അപ്പൊ. അതെ അതെ, തീർച്ചയായിട്ടും. പറയണത് ആ ടീച്ചർമാര് പറയണതൊന്നും ഇവർ അനുസരിക്കണില്ല എന്ന്. ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അനുസരിക്കുമായിരുന്നു. ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം അനുസരിക്കാത്തത്. ലവ് ക്യാൻ ചേഞ്ച് മെനി വേസ് എന്ന് പറയുന്ന പോലെ ആ ഒരു കെയറിങ്ങും അഫെക്ഷനും ഒന്നും കിട്ടുന്നില്ലല്ലോ. മിസ്, ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ അക്ഷരങ്ങളൊക്കെ അറിയാത്ത ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് വന്നിട്ടുണ്ടായിരുന്നു. അതെവിടെയും ട്യൂഷന് പോയാലും ഇരിക്കാറില്ല. അപ്പൊ നമ്മ അക്ഷരങ്ങളൊക്കെ ആദ്യം ബേസ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അക്ഷരങ്ങളൊക്കെ ഇവരെ കൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ എഴുതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കോളം വരച്ചിട്ട് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതിയിട്ട് ആ കുട്ടീനോട് കളിയിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ഇതേതാ? അപ്പൊ എന്റെ പേരും എഴുതി, കുട്ടിയുടെ പേരും എഴുതി. എന്നിട്ട് ആ കുട്ടി ശരി ഉത്തരം പറയുമ്പോൾ അതിനൊരു പോയിന്റ്, അത് തെറ്റുത്തരം പറയുമ്പോൾ എനിക്കൊരു പോയിന്റ്. അങ്ങനെ കളിയിലൂടെ പഠിച്ചപ്പോ ആ കുട്ടി ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന്റെ അമ്മ വന്നിട്ട് പറയാ, എവിടെ ഇരിക്കാറില്ല, എല്ലായിടത്തും പോയ കരച്ചിലാണ്, ഇവിടെ വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി കുട്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടാവും, പഠിക്കുകയും ചെയ്യും വേഗം തന്നെ. തീർച്ചയായിട്ടും. നമ്മുടെ ട്രെയിനീസ് എല്ലാം പോയിടത്ത് ഇതുപോലെ നല്ല ചേഞ്ചസ് വരുന്നതാണ് വന്നിരിക്കുന്നത്. എനിക്ക് ജയശ്രീ എന്നാണ് നമ്മുടെ ട്രെയിനിയുടെ പേര്. ഒരു ദിവസമല്ലേ പോയുള്ളൂ. അപ്പൊ ഐ തിങ്ക് വി ക്യാൻ ഗിവ് ഹെർ മോർ സപ്പോർട്ട്. ടുഡേ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ രാത്രിയാ ക്ലാസ്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്കിത് ചെയ്യാം. അപ്പൊ നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കഴിഞ്ഞല്ലോ. സോ അതിൽ ചെയ്യാനുള്ളത് 5 ഏരിയാസ് ഞാൻ പറഞ്ഞത് ഓർമ്മ വന്നോ? ഫസ്റ്റ് 1 പ്രാക്ടിക്കൽ ഏരിയ, നമ്മളുടെ കിച്ചൺ. സെക്കൻഡ് 1 സെൻസോറിയൽ ഏരിയ ആണ്. സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസസ് ഏതൊക്കെയാണോ അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്. മോഡ്യൂൾ 3 വരുമ്പോൾ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാകും. പിന്നെ വന്നത് ലാംഗ്വേജ് ഏരിയ ആണ്. ലാംഗ്വേജ് ഏരിയയിൽ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സും നമ്പേഴ്സും. ഓക്കെ, നമ്പേഴ്സ് വരുന്നത് മാത്തമാറ്റിക്കൽ ഏരിയയിലാണ്. മിസ് അതൊന്ന് കാണിക്കണേ, മിസ് ചെയ്തത് കാണിച്ചു തരാം. അത് ഞാൻ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കാണിക്കാം. ഞാൻ ക്യാപിറ്റൽ മാത്രമാട്ടോ ചെയ്തിട്ടുള്ളൂ, സ്മോൾ ലെറ്റർ ഞാൻ ചെയ്തില്ല. സൈസ് ഞാൻ പറയാം. ഇതിപ്പം എന്റെ ഈ ഒരു കൈവെള്ളയിൽ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ, അതിനേക്കാൾ കുറച്ച് വലുതാണെങ്കിലേ ഉള്ളൂ. പിന്നെ ഞാൻ ഒട്ടിച്ചിരിക്കുന്ന ഇത് ചാർട്ട് പേപ്പർ ആണ്. ചാർട്ട് പേപ്പറിന്റെ ഇതൊരു സ്ക്വയർ ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വലുപ്പം ഊഹിക്കാൻ പറ്റുമല്ലോ. മാം, ഇങ്ങനത്തെ കാർഡുണ്ട് കയ്യിൽ, അപ്പൊ നമ്മൾ ചെയ്യണോ? കാർഡുണ്ടോ? സാൻഡ് പേപ്പർ വെച്ചിട്ടുള്ളത് തന്നെയാണോ? സാൻഡ് പേപ്പർ വെച്ചിട്ടുള്ള അല്ലാതെ മേടിച്ചതായിരുന്നു. കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ അടുത്തുണ്ടോ? കാണിക്കാൻ ഇപ്പം പറ്റത്തില്ല, ഞാൻ വീട് വേറെ വീട്ടിലുള്ളത്. ആണോ? എപ്പോഴെങ്കിലും ക്ലാസ്സിൽ അത് കയ്യിലായിട്ട് വരുമ്പോ ഒന്ന് കാണിക്കണേ. ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് തന്നെയാണ്. നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാ മെറ്റീരിയൽസും നമുക്ക് വാങ്ങാൻ പറ്റില്ല, കോസ്റ്റ്ലി ആണ്. നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ നിങ്ങളൊന്ന് ചെയ്തു വെക്കണം. ഇത് നമ്മളുടെ പല ട്രെയിനീസും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി നല്ല വ്യത്യാസം ഉണ്ടായി. യെസ് അജിന എന്താ ചെയ്തേക്കണേ? എന്നൊന്ന് പിൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താണിത്? യെസ് മാം, കളർഫുൾ സാധനമാണ് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെയാ. ഞാൻ റെമഡിയൽ കോഴ്സ് കഴിഞ്ഞിരുന്നു ഈ RS. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചതായിരുന്നു. അപ്പൊ ആ കാർഡ് പോരെ നമ്മളല്ലാണ്ട് മതി. ഞാൻ ഇത് മോഡ്യൂൾ 3 ആവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രാക്ടിക്കൽ വർക്കിൽ പെടുന്ന ഒരെണ്ണമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കി വെക്കാന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, കുറച്ചു മുമ്പ് അജിന നമ്മളെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേഷത്തിൽ നിൽക്കുന്ന ആ ഒരു പിക്ചറോട് കൂടെ കാണിച്ചില്ലേ? നിങ്ങൾക്ക് ലാംഗ്വേജ് ഏരിയയിൽ ഉണ്ടാക്കേണ്ട അടുത്ത 2 ഐറ്റംസ് ആണ് വേർഡ് റീഡിംഗ് കാർഡ്സും പിക്ചർ റീഡിംഗ് കാർഡ്സും. വേർഡ് റീഡിംഗ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് കാർഡ്സ് ഉണ്ടാക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേർഡ്സ് മാത്രം. പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ്സിൽ പിക്ചറും വേർഡും വേണം.
വേണം. ഇതൊക്കെ കയ്യിലുണ്ട് മാം. ഞാൻ ഡെലിവറിക്കായി സ്വന്തം വീട്ടിൽ വന്നതായിരുന്നേ. അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളതൊക്കെ. അത് കുഴപ്പമില്ല. ഞാനിത് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൈവ സെഷനിൽ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാലോ. ഞാൻ ചെയ്ത മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ റാൻഡം ആയിട്ട് ചോദിക്കാം. ഓക്കെ. എല്ലാം പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മളൊന്ന് ചെയ്യണം, മെറ്റീരിയൽസ് ഉണ്ടാക്കി വെക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ വേണ്ടിയിട്ടല്ല കേട്ടോ. അത് കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ഇതുപോലെ, ഇതിപ്പോ കാർഡ്ബോർഡ് ബോക്സ് എന്തോ വാങ്ങിച്ചതിന്റെ ഒരു കട്ടിയുള്ള ബോർഡ് ഉണ്ടായിരുന്നു, അതില് ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിച്ചതാണേ. കാരണം കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പോൾ പേപ്പർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. അവർക്കും ഒരു ഗിൽറ്റി ഫീലിംഗ് ഫീൽ ചെയ്യും, അവരെന്തോ കേടാക്കി എന്നുള്ള രീതിയിൽ. ഇതും കാർഡ്ബോർഡ് പീസിൽ ഒട്ടിക്കണം. ഞാനിത് ചാർട്ട് പേപ്പറിലേ ഒട്ടിച്ചിട്ടുള്ളൂ. ഞാൻ പോയ സ്കൂളിൽ എനിക്ക് ഇത് എടുക്കേണ്ട വന്നില്ല, കാരണം അവിടെ എല്ലാ മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. അതേസമയം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ ആ കളർ അടിച്ചിട്ട് കളറിന്റെ പേര് കൊടുക്കാം. പിന്നെ പിക്ചർ റീഡിങ് കാർഡ്സ് ഇതുപോലെ. യെസ്, അജിനെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റേ പോലെ. യെസ്, വെരി ഗുഡ്. കുറച്ചുകൂടെ വലിപ്പമുണ്ട്, അത് കുറച്ചുകൂടെ നന്നായി. പിന്നെ എനിക്ക് അതിന്റെ ഫിനിഷിങ് ഇഷ്ടപ്പെട്ടു. സൈഡ് ഇത് ഗ്ലാസ് പോലെ എന്തെങ്കിലും ആണോ? മ്യൂട്ടാ മോളെ, മ്യൂട്ടാ. പേപ്പർ മിസ്സേ, കളർ പേപ്പർ ഉണ്ട്, A4 ഷീറ്റിന്റെ കളർ. ഒരു റിഫ്ലക്ഷൻ പോലെ തോന്നുന്നു, അതിന്റെ ചോദിച്ചതാ. യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇംപ്രൊവൈസ് ചെയ്യാട്ടോ. ഞാൻ ചെയ്ത പോലെ അതിന്റെ സൈഡൊക്കെ കർവ് ആക്കി തന്നു. നല്ല ക്രൈയിങ്ങും ബ്രഷിങ്ങും അങ്ങനത്തെ ഒക്കെ. ഓക്കെ. ബ്രഷ് അങ്ങനത്തെ കുറച്ച്. നമ്മള് ലാംഗ്വേജ് ഏരിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്. അതിന് പജിന ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാം. കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ്, പിന്നെ ആക്ഷൻസ് ഇപ്പൊ ചെയ്തില്ലേ, ക്രൈയിങ്, ബ്രഷിങ്, അതും ചെയ്തു വെക്കാം. മാക്സിമം പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് പതുക്കെ ചെയ്ത് തുടങ്ങിക്കോ. ധൃതി പിടിക്കേണ്ട. സമയം ഒരു ദിവസം ഒരു 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റി വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ആകുമ്പോ നമ്മുടെ കോഴ്സ് കഴിയാറാകുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും. അവസാന നിമിഷം എല്ലാം കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മാം, എന്റെ കയ്യിലെ A to E വരെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അപ്പം A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, അങ്ങനെ ഒരു പ്ലക്കാർഡ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ A to E വരെ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യണോ? അത്രയും മതിയാവോ? അതൊരു ലേണിംഗ് എയ്ഡ് ആയിട്ട് വെക്കാമല്ലോ. അതെ, അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലേണിംഗ് എയ്ഡ് തന്നെയാണല്ലോ. അപ്പൊ അത് മുഴുവൻ ചെയ്തോളൂ. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം. ഇപ്പഴല്ല, ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്തോളാം. ഞാൻ എന്റെ ഫോട്ടോ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ ദെൻ. സോ ചെയ്യാ. നിങ്ങള് ഒരു റെക്കോർഡ് അല്ലേ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ? അതെ മിസ്. ഈ ഒരു പാർട്ട് 2 കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് റെക്കോർഡും തേർഡും ഫോർത്തും പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മോഡ്യൂൾ 1 കഴിയുമ്പോഴേക്കും ആ റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 5ാമത്തെ ലാസ്റ്റ് റെക്കോർഡ് എഴുതുന്നതാണ്. ലാസ്റ്റ് റെക്കോർഡ് നമ്മൾ ക്ലാസ് റൂമിൽ എഴുതുന്നത്. ഓക്കെ. പ്രാക്ടിക്കൽ ആണ്. കുറെ ഡെമോൺസ്ട്രേഷൻ, നമുക്ക് കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്, പിന്നെ മെറ്റീരിയൽസ് ഇതുപോലെ തന്നെ. അപ്പൊ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. മോണ്ടിസോറി പറഞ്ഞത് കുട്ടികൾക്ക് റീഡിങ്ങും റൈറ്റിങ്ങും എക്സ്പ്ലോഷൻസ് ആയിട്ട് വരുന്നതാണ്. ഇതില് ഈ ഫസ്റ്റ് റൈറ്റിംഗ് ആണ്, അതിനുശേഷമാണ് അവർക്ക് റീഡിങ് വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ റൈറ്റിംഗ് അവരിൽ നാച്ചുറൽ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു പ്രാക്ടീസ് കൊടുക്കും. അതിനുവേണ്ടി പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. ഓക്കെ. ഞാൻ പഠിച്ച സമയത്ത് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അത് 3 പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആയിരുന്നു. ഒന്ന് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതും, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളതും, ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, കേർവും സ്ട്രെയിറ്റും കൂടെ മിക്സ് ചെയ്തത്. അങ്ങനെ ഞാൻ ലിസ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് വാങ്ങാനായിട്ടുള്ളത്. അപ്പൊ ഓരോ വർഷം കഴിയുന്തോറും മെറ്റീരിയൽസിൽ പല അപ്ഡേഷൻസും വരുന്നുണ്ട്. അങ്ങനെയല്ലേ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് പല പല വ്യത്യാസങ്ങൾ വരുമല്ലോ, ഏത് ലെവലിലാണെങ്കിലും. അങ്ങനെ വന്ന പ്രീ റൈറ്റിംഗ് ബോർഡ് കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെയൊക്കെ ഷേപ്പ് തന്നെ വരും.
ഇതുപോലത്തെ ഷേപ്പ് തന്നെ, പക്ഷെ ഇവിടെ ഒരു നോബ് പോലെ ഉണ്ടാവും. ഈ നോബ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, ഈ ഒരു ഗ്രൂവ്സിനകത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്യാവുന്ന. പക്ഷെ ഇപ്രാവശ്യം വന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ല, അതിൽ കൂടുതൽ ആ സെറ്റിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മോഡ്യൂൾ 3 ആകുമ്പോൾ ചെയ്യും. എന്നാലും ഞാൻ ഈ ലാംഗ്വേജ് ഏരിയ ആയതുകൊണ്ട് ആ റൈറ്റിംഗ് മുമ്പ് ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്ന് കാണിക്കാന്. ഇപ്രാവശ്യം കിട്ടിയ ബോർഡിനകത്ത് നോബില്ല, അതിന് പകരം ഇതുപോലൊരു സ്റ്റൈലിസ് ആണ്. ഈ സ്റ്റൈലിസ് ഇതിന്റെ സ്പേസിൽ വെച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജ് പോലത്തെ ഭാഗങ്ങളില്ലേ, ഇങ്ങനെയുള്ള പോർഷനിൽ എത്തുമ്പോഴേക്കും സ്റ്റൈലിസ് അവിടെ നിന്ന് സ്റ്റക്ക് ആവും. അപ്പൊ കുഞ്ഞുങ്ങള് മനസ്സിലാക്കി സ്റ്റൈലിസ് ഒന്ന് തിരിച്ച് വേണം കംപ്ലീറ്റ് ആയിട്ട് ഈ ഇതിലൂടെ ഇത് കൊണ്ടുപോകാനായിട്ട്. മേ ബി അങ്ങനെയും കൂടെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടായിരിക്കാം ഈ രീതിയിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ പണ്ടത്തെ കൊതുകുതിരി ഇല്ലേ, അതുപോലെയൊക്കെ ഇല്ലേ, കൊതുകുതിരി ഇട്ടില്ലേ, അപ്പൊ ഇങ്ങനെയുള്ള ഷേപ്പ്. പിന്നെ നോക്കൂ, ട്രീയുടെ ഷേപ്പ്, പിന്നെ ട്രയാങ്കിളിന്റെ ഷേപ്പ്, എല്ലാത്തിനും കൂടി ഒരു സ്റ്റൈലിസേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വീട്, ഇത്രയുമാണ് വന്ന ഷേപ്സ്. ഇത് രണ്ടെണ്ണം വീതമുണ്ട്, സെറ്റ് ആയിട്ടാ വന്നേ. പക്ഷെ ഒരു സ്റ്റൈലസേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം വുഡൻ ആണ് കേട്ടോ, വുഡൻ പീസസ് ആണ്. അപ്പൊ കുട്ടികൾ എഴുതുന്നതിന് മുമ്പ് ഉള്ളൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബോർഡ്സ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ മോഡ്യൂൾ 3 ആകുമ്പോൾ കാണിക്കും. നമ്മുടെ ലാംഗ്വേജിന്റെ ആയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ്. മാം ഇപ്പൊ സാൻഡ് പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിനെന്തോ തിക്നെസ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തിക്നെസ് എന്ന് പറഞ്ഞ തിക്നെസ് എന്നല്ല, ഇപ്പൊ ഞാൻ ഇതില് സാൻഡ് പേപ്പറിൽ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചാർട്ട് പേപ്പറിലാണ് ഒട്ടിച്ചേക്കണേ. സാൻഡ് പേപ്പർ കട്ട് ചെയ്യാൻ ഇച്ചിരി വിഷമാണ്, പക്ഷെ നമ്മൾ കുറച്ചങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അങ്ങ് ഈസി ആവും കേട്ടോ. ഞാൻ ചെയ്തത് സാൻഡ് പേപ്പറിന്റെ മുകളിൽ തന്നെ ഇതിന്റെ അക്ഷരം അല്ലെങ്കിൽ ആ ലെറ്റർ എന്താണോ അല്ലെങ്കിൽ നമ്പർ എന്താണോ അതിന്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്യായിരുന്നു. നമ്മളുടെ ബാച്ചിലെ പല ബാച്ചിലുള്ള കുട്ടികൾ സാൻഡ് പേപ്പറിന്റെ ബാക്ക് സൈഡിൽ വരച്ചു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ മിറർ ഇമേജ് ആയിപ്പോയി ചിലതൊക്കെ. ചിലതൊന്നും കുഴപ്പമില്ല. അല്ല മിസ്സേ, അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനെന്തോ സാൻഡ് പേപ്പറിന് എന്തോ തിക്നെസ് നോക്കിയിട്ട് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. നമ്പർ ആണേ ഇതിന്. പിന്നെ സാൻഡ് പേപ്പർ പോയിട്ട് നമ്മളുടെ ലേഡീസ് സ്റ്റോഴ്സിലോ അങ്ങനെയുള്ളിടത്തൊന്നും ചോദിക്കരുത്, അവിടെയൊന്നും ഇല്ല. കിട്ടിയില്ല എന്ന് പറഞ്ഞ കുറെ പേര് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഷോപ്പിലാ പോയി ചോദിച്ചത്. സാധാരണ സ്റ്റേഷനറിയിലാ ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഹാർഡ്വെയർ ഷോപ്പിൽ പോകണം. പെയിന്റ് കടകളൊക്കെ ഇല്ലേ, എന്തോ പെയിന്റ് കടയിൽ എന്തായാലും ഉണ്ടാവും അല്ലേ, പെയിന്റ് പെയിന്റ് കടയിലുണ്ട്. പെയിന്റ് വാങ്ങിക്കുമ്പോ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. നമ്മള് എന്റെ ഒരു ഓർമ്മ, ഞാൻ വാങ്ങാൻ പോയപ്പം അവിടെ 2 നമ്പർ സാൻഡ് പേപ്പറിന്റെ റഫ്നെസ്സിന് നമ്പർ വെച്ചിട്ടാ അവര് പറയുന്നത്. 2 നമ്പർ 1580 ആണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ 80 വാങ്ങിയെന്നായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നത്. 7 വർഷം മുമ്പുള്ളല്ലേ, ഏത് നമ്പറാന്ന് ഓർക്കണില്ല. റഫ്നെസ് കൂടുതൽ കേട്ടോ. അപ്പൊ നമ്മുടെ തന്നെ ഏതോ ഒരു ബാച്ചിലൊരു കുട്ടി പറഞ്ഞത് അത് വാങ്ങിച്ചത് 220 എന്നുള്ള നമ്പറാണ്. മിസ്, അപ്പൊ അത് ഹാർഡ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരുന്നുണ്ടല്ലോ, അപ്പൊ ഹാർഡ് പേപ്പർ വാങ്ങലാണ് നല്ലത് അല്ലേ? അതെ, റഫ്നെസ് കൂടുതലുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളുടെ ബാച്ചിൽ ഒരു കുട്ടി ഇത് വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, അതിന്റെ കുഞ്ഞു മോന്റെ അടുത്ത് 3 വയസ്സുള്ള മോന്റെ അടുത്ത് 2 ചെറിയ പീസ് വാങ്ങിച്ചിട്ട് വന്നു. കുഞ്ഞു മോന്റെ അടുത്ത് വെച്ചപ്പോ റഫ്നെസ് കൂടുതലുള്ളതാണ് ആ മോന് ഇഷ്ടമായത്. മുകളിലൂടെ ഇങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുമ്പോ ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കുമല്ലോ, ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നത്. ഇനി സാൻഡ് പേപ്പറിലൂടെ അവര് ലെറ്റേഴ്സും നമ്പേഴ്സും പഠിക്കുമ്പോൾ ഇവരുടെ വിരലിലെ ഫിംഗർ ടിപ്സിൽ ഒരു ടിങ്ക്ലിംഗ് എഫക്ട്, അതായത് അവരുടെ ടച്ച് സെൻസ് ആണ് അവിടെ ആക്ടിവേറ്റ് ആകുന്നത് അല്ലെ. ഇതൊരു സെൻസോറിയൽ മെറ്റീരിയലും കൂടിയാണ്. നമുക്ക് സെൻസോറിയൽ ഏരിയയിൽ അവർക്ക് റഫ്, സ്മൂത്ത് അങ്ങനെ ടെക്സ്ചർ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് ബോർഡ്സ് ഉണ്ട്. ടച്ച് ടാബ്ലറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ടച്ച് ബോർഡ്സ് എന്നോ ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറയാം. ഇതില് 10 പീസാണ്. അതിൽ 5 ടെക്സ്ചർ, അതായത് ഒരെണ്ണം 2 സെറ്റ്, 2 സെറ്റ് പോലെയാണ്, 2 സെറ്റ് ആയിട്ടുണ്ട്. ഒരേ ഇത് തന്നെ അങ്ങനെ. ഇതില് ഞാന് കാണുമ്പോ അതിന്റെ റഫ്നെസ് അത്ര മനസ്സിലാവില്ല. മാം ഇതില് കളേഴ്സ് ഏതാണോ?
അതോ ബ്ലാക്ക് കളർ കിട്ടിയാലോ? ഇതല്ലേ? ബ്ലാക്ക് അല്ലാട്ടാ. എനിക്ക് കിട്ടിയതിന് ഒരു നേരം ബ്ലാക്ക് കളർ ആയിരുന്നു ഞാൻ ചെയ്തത്. ഇത് ഇതില് കളർ ചെയ്യണോ നമ്മള്? കളർ ചെയ്യണ്ട, അത് തന്നെ മതി. കളർ പിടിക്കണത് തന്നെ ഭയങ്കര പാടായിരിക്കില്ലേ ആ റഫ്നെസ്സില്. ഇത് സാൻഡ് പേപ്പർ ആണ് ശരിക്കും. സാൻഡ് പേപ്പറിന്റെ ആ ടെക്സ്ചർ ആണ്. നിങ്ങൾക്കത് കാണാൻ കണ്ടാ അതിന്റെ റഫ്നെസ് മനസ്സിലാവും. ഇതും കൂടെ നോക്കിക്കേ ഡിഫറൻസ്. ഇതിന് റഫ്നെസ് കുറവാ. എന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇതിന് റഫ്നെസ് കൂടുതലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതിന്റെ ഒരു സർഫസിൽ കുറച്ചുകൂടെ ഗ്രെയിൻസ് കൂടുതലുള്ള പോലെ തോന്നണല്ലേ? യെസ് മാം. അത്ര ഗ്രെയിൻസ് തോന്നുന്നില്ല അല്ലെ? ഇത് ഞാൻ പറഞ്ഞു 10 ഉണ്ട്, പക്ഷെ 5 ഒരു സെറ്റിലുള്ള 5ഉം മറ്റേ സെറ്റിലുള്ള 5ഉം ഒരേപോലത്തെ പീസസ് 2 ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ കുട്ടികളെ എങ്ങനെ ആക്ടിവിറ്റി ചെയ്യും? ടീച്ചർ ക്വസ്റ്റ്യൻ One more please. യെസ്, നമ്മളുടെ കയ്യിൽ 10 ടാബ്ലറ്റ്സ് ഉണ്ട്, ഇതുപോലെ 10 ബോർഡ്സ് ഉണ്ട്. ഓക്കെ, ഈ 10 ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റ് ആണ്. അതായത് 5 എണ്ണം ആണ്, 5 ടെക്സ്റ്റേഴ്സ് ആണ്. അത് തന്നെ ഒരു സെറ്റും കൂടി ഉണ്ട്. അങ്ങനെയാണ് 10 എണ്ണം. Okay. ഓക്കെ, അതായത് ഒന്നുപോലത്തെ ഒരെണ്ണം ഉണ്ടാവും. ഇത് രണ്ടും നോക്കിക്കേ, ഒരേപോലെ ടെക്സ്ചർ ഉള്ളതാ, പെയറാണ്. ഇവ തമ്മിൽ പെയറാ. അതുപോലെ അങ്ങനെ 5 പെയർസ് ആണ് ഉള്ളത്. Okay. നമ്മൾ ഇതുകൊണ്ട് കുട്ടികളെ എങ്ങനെ ആക്ടിവിറ്റി ചെയ്യിക്കും? പെയറിനെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇത് ടച്ച് ആണ്. ഇതിന്റെ ആ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്ടൈൽ സെൻസ് ആണ്, ടച്ച് സെൻസ് ആണ്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യിക്കണം? കണ്ടെത്താൻ പറഞ്ഞാൽ കണ്ണടച്ച് പേര് കണ്ടുപിടിക്കാൻ പറയാം. യെസ്, അതാണ് ഏറ്റവും നല്ല മെത്തേഡ്, ബ്ലൈൻഡ് ഫോൾഡിങ്. അപ്പൊ പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാകും. മറ്റേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ ഇത് കാണാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ 5 എണ്ണം ഒരു സ്ഥലത്ത് വെക്കുന്നു, 5 എണ്ണം ഒരു സ്ഥലത്ത് വെക്കുന്നു. കുട്ടികളെ കൊണ്ട് ഫസ്റ്റ് ബോർഡ് ഷഫിൾ ചെയ്ത് വെക്കാം. ഒരു സൈഡിലുള്ള 5 അല്ലെങ്കിൽ എല്ലാം കൂടെ ഷഫിൾ ചെയ്യാം. എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് അവരോട് ടച്ച് ചെയ്തിട്ട് ഒരേപോലുള്ളത് പെയറാക്കി വെക്കാൻ പറയാം. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാതിരുന്നാൽ കണ്ടാ മനസ്സിലാവും. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഫൈൻഡ് ഔട്ട്. ബ്ലൈൻഡ് ഫോൾഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ അവരവരുടെ 8 സെൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കും. എന്തോ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് പല ആക്ടിവിറ്റീസും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്നുണ്ട്. സെൻസോറിയൽ ഏരിയയിലാണ് കൂടുതലും അത്. നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ അവരവരുടെ മറ്റ് സെൻസ് നല്ലപോലെ ഷാർപ്പായിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ പിന്നെ മെറ്റീരിയൽസ് കഴിഞ്ഞ ദിവസം വന്നപ്പോ എനിക്ക് തോന്നി ഇത് വരുമ്പോഴേക്കും നിങ്ങളെ പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിക്കുന്ന വേറൊരു ബോർഡ് ഉണ്ട്. നല്ല ഫിനിഷിംഗ് ആണ്, പക്ഷെ ഇതിന്റെ സർഫസ് ഭയങ്കര സ്മൂത്താ. ആ സ്മൂത്ത്നെസ് അത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താൽ പോലും അവർക്ക് ഇച്ചിരി പാടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ചിലത് നമ്മള് വീട്ടില് ഫർണിച്ചർ എന്തെങ്കിലും കാർപ്പൻറ്റർ വെച്ചുണ്ടാക്കുന്നു. ഒരു ടേബിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ ആദ്യം അതിനെ ഫിനിഷ് ചെയ്യുമല്ലോ അവരുടെ ഒരു ടൂൾ വെച്ചിട്ട്. ചിന്തേറിടുക നമ്മൾ പറയില്ലേ, അങ്ങനെ ടൂൾ വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചർ കിട്ടും. അത് കഴിയുമ്പോൾ ഫിനിഷ് ചെയ്തതിൽ അവര് വാർണിഷ് അടിക്കും അല്ലെ? വാർണിഷ് അടിക്കുമ്പോൾ വേറൊരു ടെക്സ്ചറാണ്. അതുപോലെയാണ് ഈ ബോർഡ്സ്. ഇതും അതുപോലെ തന്നെ 10 എണ്ണം 5 എണ്ണം അങ്ങനെ ഒരേപോലെ ടെക്സ്ചറുള്ള പെയർസ് ആക്കേണ്ടതാണ്. ഇതില് ചിലത് ഈ നമ്മൾ വാക്സ് മെഴുക് തേക്കുന്ന ആ ഒരു സർഫസ് എങ്ങനെയിരിക്കും വാക്സ് ചെയ്ത് അതുപോലത്തെ ടെക്സ്ചർ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാനല്ലേ പറ്റുള്ളൂ, തൊട്ട് നോക്കിയാലല്ലേ നമുക്കിതിന്റെ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ബോർഡ്സ് ആണ് ഉള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയാം. നമ്മള് മോണ്ടിസോറി മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. അത് മാത്രമല്ല, മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മാറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് അതിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഡെസ്കോ ടേബിളോ ഉണ്ടാവണം. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികളുടെ ചൈൽഡ് സൈസിലുള്ള ഡെസ്ക് ടേബിളൊക്കെ ആയിരിക്കും
എൻവയോൺമെന്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് മാറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കുട്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ തന്നെ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്റ് എടുത്തുകൊണ്ട് വന്ന് അൺഫോൾഡ് ചെയ്യും. അതൊക്കെ ഇവരുടെ ഒരു ആക്ടിവിറ്റിയാണ്, പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അംഗൻവാടിയിലൊക്കെ അങ്ങനെ തന്നെയല്ല മാറ്റ്? അവർക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറിയുടെ ഒരു ഇത് തന്നെയാണ്, അതിന്റെ ഒരു എഫക്ട് തന്നെയാണ്. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഷെൽഫിൽ വെക്കും. അതിനുശേഷം മാറ്റ് ഫോൾഡ് ചെയ്ത് അതിരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇങ്ങനെയാണ് മോണ്ടിസോറി. മാം ലെഫ്റ്റ് ആയോ? അല്ല എനിക്ക് മാത്രാണോ? അല്ല, ലെഫ്റ്റ് ആയിട്ടുണ്ട്. Okay. ബോർഡിലെ പൊടി മുഴുവൻ എന്റെ ലാപ്ടോപ്പിലായി ഇപ്പൊ തുടച്ചത്, അപ്പൊ അതൊന്നും കട്ടായി പോയി. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച്. നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ വുഡൻ പീസസ് നമുക്കും കളക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, ഇതിന്റെ റേറ്റ് ഇതിനകത്ത് കാണുന്നില്ല. ബട്ട് കാരണം ഇതിന്റെ കേസ് തന്നെ വുഡൻ ആണ്. ഈ ഒരു നിങ്ങൾ എന്നെ ഒന്ന് പിൻ ചെയ്തോളൂ കേട്ടോ. കേസ് തന്നെ വുഡനാ. അപ്പൊ അത് നമുക്ക് ഭയങ്കര ശരിക്കും കോസ്റ്റ്ലി തന്നെ ആയിരിക്കും. ബില്ല് ഇവിടെ എവിടെയോ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സൂക്ഷിക്കുന്ന കേസ് തന്നെ വുഡനാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള വുഡ് തന്നെയാണ്. ഞാനിപ്പോ കാണിച്ച 2 ബോർഡ്സും 2 സെപ്പറേറ്റ് ചെയ്ത് 2 സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരെണ്ണം, നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് നമ്പേഴ്സും ഇതുപോലെ തന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. നമ്പേഴ്സും ചെയ്യണം. നമ്പേഴ്സ് ചെയ്യുമ്പോൾ 0 to 9 നമുക്ക് പല സെറ്റ്സ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ 2 ഡിജിറ്റ് കാണിക്കണമെങ്കിൽ നമുക്ക് 2 സെറ്റ് പോലെ വേണം കേട്ടോ. പിന്നെ നമ്പർ ബീഡ്സ് ഉണ്ടാക്കുക. ഞാൻ വാങ്ങിയ 2 കളേഴ്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ ബീഡ്സ്. എന്നിട്ട് കുറച്ച് ഞാൻ വാങ്ങിയ ഈ വൈൻഡിങ് വയർ, ഈ ഒരു കമ്പി പോലത്തത് വളരെ ഫ്ലെക്സിബിൾ ആയി പോയി. കുറച്ചുകൂടെ കട്ടിയുള്ളത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് വന്നിട്ടുണ്ട് ആ ഒരു ബീഡ്, അത് ഞാൻ കാണിച്ചു തരാം. കളർഫുൾ ആട്ടോ, പല കളേഴ്സ് ഉണ്ട്. നല്ല ബ്ലൂ, ഇതൊന്നും കളർ പോകുന്ന മുത്തല്ല, നല്ല യെല്ലോ, വൈറ്റ്, പിന്നെ ഗോൾഡൻ യെല്ലോ, ബ്രൗൺ ഉണ്ട്, വയലറ്റ് ഉണ്ട്. ഇത് 1 തുടങ്ങി 10 വരെ ആട്ടോ നമ്പേഴ്സ്. പിങ്ക് ഉണ്ട്. ഇങ്ങനത്തെ മുത്തിനൊന്നും വിലയില്ലാന്ന് കേട്ടു. ഏതോ ബാച്ചിലെ കുട്ടികളെ ഷോപ്പിൽ ചെന്നപ്പോ വലിയ വിലയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കളറും പോവില്ല. പിന്നെ ഇതിങ്ങനെ ഇടാൻ പറ്റിയ ആ ഒരു കമ്പി, ഈ ഒരു ഇതിപ്പം മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബീഡ്സ് വാങ്ങിച്ചതിലുള്ളതാണേ. ഈ ഒരു കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആ. ഇത് ഫ്ലെക്സിബിൾ അല്ല. ഞാൻ ഉണ്ടാക്കി വെച്ചത് ഭയങ്കര ഫ്ലെക്സിബിൾ ആ. ഇത്രയും ഫ്ലെക്സിബിൾ വേണ്ട, ചിലപ്പോൾ ഒടിഞ്ഞു പോവായിരിക്കും. പക്ഷെ ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടൈറ്റ്ലി പാക്ക് ചെയ്തില്ല ബീഡ്സിനെ, ടൈറ്റ്ലി പ്ലേസ് ചെയ്തില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു, കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിൽ. മറ്റേത് ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി പ്ലേസ്ഡ് ആണ് ബീഡ്സ് വന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഈവൻതോ എനിക്കും പറ്റാവുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഒരു മുത്ത് ഇത് കൗണ്ട് ചെയ്തതാണോ അത് ചെയ്യാത്തതാണോ, അപ്പൊ കൗണ്ടിങ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 10 പേഴ്സ് ആണോ ആക്കേണ്ടത്, അല്ലെങ്കിൽ വൺസിന്റെ ആക്കണോ? 10 കൂട്ടങ്ങളാണോ പേരാണോ വേണ്ടത്, അല്ലെങ്കിൽ ആണോ? 1 2 3 അങ്ങനെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരെണ്ണം, പിന്നെ 2 എണ്ണം, 3 എണ്ണം, 4 5 അങ്ങനെയാണ്. 1 2 3 ആ ഒരു രീതിയിൽ കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കില്ലേ നമ്മള്, അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ മുത്ത് സ്ലേറ്റ് കിട്ടുമല്ലോ പണ്ട് എഴുതി പഠിക്കുന്ന സ്ലേറ്റിനകത്ത് ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അബാക്കസിന്റെ ബീഡ്സിന്റെ അത് തന്നെ. പിന്നെ ഇത് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പിരമിഡും കൂടി ഉണ്ടായിരുന്നു ബീഡ്സിന്റെ. പിരമിഡ് എന്ന് പറയുമ്പോ അറിയാലോ, മുകളില് 1 പിന്നെ 2 3 4 അങ്ങനെ താഴെ വന്ന് അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും. പിരമിഡിന്റെ പ്രത്യേകത എന്താ? കണ്ടു മിസ്സേ.
അല്ലെ? പിന്നെ ഈ നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തപ്പോ വന്ന ഈ ബീഡ്സിന്റെ കൂടെ ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ആ ബോക്സ്. 10 ഇങ്ങനെ സ്പേസസ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് നേരത്തെ ഉണ്ടായാലും ബീഡ്സ് മാത്രമായിരുന്നു സ്പെസിഫൈ ചെയ്തത്, പിന്നെ പിരമിഡ് ഷേപ്പ് അതുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇത് എന്തായിരിക്കും, അങ്ങനെ വേറൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ബീഡ്സിന്റെ കൂടെ വന്ന ഒരു ബോക്സാണ്. നമുക്ക് വേറൊരു മെറ്റീരിയൽ ഉണ്ട്, അതായത് നമ്പർ റോഡ്സ്. ആ നമ്പർ റോഡ്സിൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്. അത് ഓരോ അതിൽ പക്ഷെ എഴുതിയിട്ടുണ്ട് 1 2 3 4 5 ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു പോർഷനിൽ. അപ്പൊ 1 ഉള്ള കൗണ്ടിന്റെ അവിടെ നമ്പർ റോഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ റോഡാണ്, ചെറിയ ചെറിയ വുഡൻ പീസസ് ആണ്, ഒരേപോലെയുള്ള വുഡൻ പീസസ്. അപ്പൊ 1 ഉള്ള ആ ഒരു പോർഷനിൽ ഒരു വുഡൻ പീസ് വെക്കാം, 2 ആകുമ്പോ 2 റോഡ്സ്, അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ ഈ ബീഡ്സിന്റെ കൂടെ വന്നപ്പോ മേ ബി അതും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിരിക്കോ? കുട്ടികളെ കൊണ്ട് സ്റ്റോർ ചെയ്യിക്കാം. അതായത് 10 ഉള്ളത് ഇതാണെങ്കിൽ ഏത് ബീഡ് വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യിക്കാം. ഈ ഒരു ബോക്സ് കൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാം. ഏതാണ് സൈസ് ഡിഫറൻസ് കാണുന്നുണ്ട് മേ ബി? അതെ, മറ്റേ റോഡിന്റെ നമ്പർ റോഡ്സ് വരുന്നതും ഇതുപോലെ തന്നെ, ഇതുപോലെയല്ല, 2 സൈഡും ഒരുപോലെ തന്നെയായിരുന്നു. മേ ബി ആ ബീഡ്സിന്റെ സൈസ് അനുസരിച്ചിട്ടാണോ അത്? ആയിരിക്കാം, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 5 അല്ലേ, ഇത് 5 ഇതിനകത്ത് എന്തായാലും 5ഉം പറ്റും 10ഉം പറ്റുമായിരിക്കും തോന്നുന്നു. എല്ലാം പറ്റും. എന്തിനാ ഈ ബോക്സ് ഇതിന്റെ കൂടെ വന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ഓരോ വർഷം കഴിയുന്തോറും മോണ്ടിസോറി മെറ്റീരിയലിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഞങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് വേർഷൻസ് പിന്നീട് ആയിട്ടുണ്ട്, ചിലത് മാത്രം അല്ലാതെ ആയിട്ടുള്ളൂ. അത് ഓരോ മെറ്റീരിയൽസിന് ചെയ്യിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു ബ്രൗൺ സ്റ്റെയർസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്തിരുന്നു. ഈ ബ്രൗൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യൂബോയിഡ് ഇല്ലേ, നമ്മുടെ ക്യൂബിന്റെ, എന്റെ ടേബിളിലെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ബ്രൗൺ സ്റ്റെയർ ഇതായിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് അത് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ അത് പറയാം. അത് ബ്രൗൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബോയിഡ്സ് ആണ്. ക്യൂബോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റെക്ടാംഗിൾ, അതിന്റെ സോളിഡ് ഷേപ്പ്. അതെ, റെക്ടാംഗിളിന്റെ സോളിഡ് ഷേപ്പ്. യെസ്, അത്. അപ്പൊ അത് ഓരോ ചെറിയ ചെറിയ സൈസ് തുടങ്ങി 10 ഉണ്ട്, ചെറിയ ചെറിയ സൈസ് തുടങ്ങിയിട്ട് അങ്ങനെ 10 ക്യൂബോയിഡ്സ് ആണ്. പക്ഷേ പുതിയ വേർഷനിൽ 11 ക്യൂബോയിഡ്സ് ഉണ്ട്. അതായത് ഏറ്റവും ചെറിയ ക്യൂബോയിഡ് 2 ഉണ്ട്. അത് കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ടാണ് ആ 11th ഒരെണ്ണം എക്സ്ട്രാ തന്നിരിക്കുന്നത്. സെയിം തന്നെ ഒരെണ്ണം എക്സ്ട്രാ തന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇന്ന് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുക്കാനാ പറഞ്ഞപ്പോ ഓൾമോസ്റ്റ് നമ്മൾ മെറ്റീരിയൽ ഞാൻ പിന്നെ ABCD കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്, കാണിക്കട്ടെ? തീർച്ചയായിട്ടും കാണാവോ? കാണാം. എന്തിലാ കട്ട് ചെയ്തേ? ഇത് ഞാനേ ഷർട്ട് വാങ്ങില്ലേ മിസ്സേ, ആ ഷർട്ടിന്റെ കവറ് കിട്ടൂലേ, അതിലാണ് കട്ട്. എന്നിട്ട് കളർ എങ്ങനെ കൊടുത്തു? കളറ് വാട്ടർ കളർ കൊടുത്തു. സ്മോൾ ലെറ്റർ ചെയ്തിട്ടുണ്ട്. ആണോ? സ്മോൾ ലെറ്റർ നല്ല ബുദ്ധിമുട്ടായോ? കുറച്ച് നന്നായിട്ടല്ലേ. ഞാനൊരു ഫോം ഷീറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോം ഷീറ്റ് ഇതിപ്പോ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അല്ലേ, നമ്മള് കളറ് മാത്രാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, പിന്നെ ടൈമും. അതെ. പിന്നെ 1 2 3 0 2 അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. 3 5 ഇതുപോലെ കാർഡ്ബോർഡിലാണോ? അതെ. ഇതുപോലെ ഷർട്ട് വാങ്ങുമ്പോ ബോക്സ് കിട്ടൂലേ മിസ്സേ? മനസ്സിലായി. ഇതില് കട്ട് ചെയ്തെടുത്തതാ. ഓക്കെ, ഗുഡ്. സോ ഇന്നോവേറ്റീവ് ഐഡിയാസ് കുറെ ഉണ്ട്. നിങ്ങൾക്ക് പാർട്ട് 2-ലെ
ചാപ്റ്റർ 2 ആണെന്ന് തോന്നുന്നു അല്ലെ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതാ നോക്കണം. Yes. മാറിപ്പോയി. പാർട്ട് 1 കംപ്ലീറ്റ് ആയി, ഈ പാർട്ട് 2 ആണ്. I think soon you people can go for teaching practice. പക്ഷെ ഒരു അക്കാദമിക് ഇയർ തീരാറായില്ല, ഇനിയിപ്പോ നെക്സ്റ്റ് അക്കാദമിക് ഇയർ നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും നമ്മളുടെ മോണ്ടിസോറി മെത്തേഡും പ്രാക്ടിക്കൽസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ എളുപ്പമായിരിക്കും. ടീച്ചർ അന്ന് എക്സാം കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? ഫെബ്രുവരി ബാച്ചിന്റെ എന്തോ പറഞ്ഞിരുന്നില്ലേ ടീച്ചർ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം? 2 ബാച്ചിന്റെ മോഡ്യൂൾ 1 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് ഫസ്റ്റ് ബാച്ചിന്റെ കുഴപ്പമില്ലാന്ന് അവര് പറഞ്ഞു. പക്ഷെ സെക്കൻഡ് ബാച്ച് ഒരു ഇച്ചിരി ടഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും മാർക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ടഫ് എന്ന് അവര് പറഞ്ഞെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഇത് 100ന് മുകളിൽ ആളുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ 4 പേരെന്തോ ഫെയിൽ ആയി, മീൻസ് അവര് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരായിരുന്നു, ജസ്റ്റ് വന്ന് എക്സാം അറ്റൻഡ് ചെയ്തവരാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ ടീച്ചർ. നമ്മളുടെ എപ്പോഴാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് മോഡ്യൂൾ 1 തീരുമ്പോഴാണ് ഫസ്റ്റ് ടേം എക്സാം വരുന്നത്. അതുവരെ മോക്ക് ടെസ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ മോഡ്യൂൾ 1 കഴിയുമ്പോഴാണ് ഇത് ബാക്കി വരിക. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഞാൻ ആ യൂണിറ്റ് കുറച്ച് മുമ്പ് കൺഫർമേഷൻ കിട്ടിയത്, ആ യൂണിറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. അതെന്റെ കയ്യിൽ കാണുന്നില്ല. ആ കിട്ടി. എക്സാമിനെ കുറിച്ച് അങ്ങനെ വറിയൊന്നും വേണ്ട. നമ്മൾ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമ്മളിപ്പോ നിങ്ങൾക്ക് ബാക്കി ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഇനിയുള്ളത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ബാക്കിയെല്ലാം കഴിഞ്ഞു എന്നാണ് എന്നോട് ആതിര മിസ് പറഞ്ഞത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ കഴിഞ്ഞു, ബാക്കി സോഷ്യോ ഇമോഷണൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇൻട്രോ ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് പറഞ്ഞു. ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ എല്ലാം നിങ്ങൾ അതിലൂടെയൊക്കെ പോയിട്ടുണ്ട്. ദെൻ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മോട്ടോർ ഡെവലപ്മെന്റിൽ 2 ഏരിയകളിലാണ് മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽ ആണ് അവർക്ക് വ്യത്യാസം വരുന്നത്. ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് പെൻസിൽ പിടിക്കുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോൾഡിംഗ് കപ്പാസിറ്റി, എത്ര സമയം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നു, അത് അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ലാണ്. കുഞ്ഞു ബേബിയൊക്കെ ആയിരിക്കുമ്പോഴേക്കും അതിന്റെ റാട്ടിൽസ് അധിക സമയമൊന്നും കുട്ടിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും. അത് എന്തെടുത്താലും താഴെ വീഴുന്നത് നമുക്ക് കാണാം. ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി, ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ.
അപ്പൊ അത് ഡെവലപ്പ് ആകുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എല്ലാം അവരുടെ ആ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതെന്ന് പറയുന്നത്. കാരണം ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് അവർ നല്ലപോലെ അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യും. അവരുടെ ചെറിയ വിരലില് ചെറിയ മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ. പെൻസിൽ ഗ്രിപ്പ് അല്ലേ ഇതിലല്ലേ മിസ് വരിക? എന്തോ പെൻസിൽ ഗ്രിപ്പ്. അതെ, അത് തന്നെ. കാരണം ആ ഒരു ടൈമിലാണ് പെൻസിൽ, അല്ലെങ്കിൽ അവർ പറയില്ല എനിക്ക് കൈ വേദനിക്കുന്നു, കൈ കഴിക്കുന്നു എന്നൊക്കെ പറയണേ. അപ്പൊ ആ ഒരു മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ഇതുപോലെ പെൻസിൽ പിടിക്കുമ്പോഴൊക്കെ അവർക്കത് ഓക്കെ ആകും. ഓക്കെ, ഇത് ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട കാര്യമൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്തില്ലായിരുന്നോ? ഒരു അമ്മ കുഞ്ഞിനെ കൗണ്ടിങ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഫൈൻ മോട്ടോർ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. പറഞ്ഞില്ല? പറഞ്ഞില്ലേ? ഇല്ല, അത് പറഞ്ഞിരുന്നില്ല. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അതായത് ഇംഗ്ലീഷ് മൂവിന്റെ പേരെന്തായിരുന്നു? പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു മദർ, അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുവാണ്. കുഞ്ഞെന്തോ അസുഖം വന്നിട്ട് എന്തോ മരിച്ചു പോകുന്നു കുട്ടി. അപ്പം കുഞ്ഞ് മരിച്ചതോടുകൂടി ഇനി എന്റെ ലൈഫിൽ ഒന്നുമില്ല എന്നൊരു ഫീലിങ്ങോടുകൂടി ഇവര് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു മലയുടെ മുകളിലേക്ക് പോവാ. അപ്പൊ കാറ് താഴെ വാലി സൈഡിൽ ഇട്ടിട്ട് മലയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് മരിക്കാന്നുള്ള രീതിയിൽ അവരിങ്ങനെ അവരുടെ മനസ്സിലേക്ക് കുഞ്ഞിന്റെ പല ഓർമ്മകളും ഒക്കെ വരുന്നു. അങ്ങനെ ഇനി ജീവിക്കണ്ടെന്നുള്ള തീരുമാനത്തിൽ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവിടെ വരുന്നത്. ടീച്ചർ, സോറി ടീച്ചർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവരവർ മിസ്യൂസ് ചെയ്യുന്നത് എന്തോ അങ്ങനെ എന്തോ ഇല്ലേ? തന്നെ. അപ്പൊ ഇയാളൊരു സൈക്കോ ആയിരുന്നു. എന്തായാലും അവര് മരിക്കാൻ പോവല്ലേ, അവരെ മാക്സിമം ടോർച്ചർ ചെയ്യും. ഫിസിക്കലി അവരെ ടോർച്ചർ ചെയ്ത് അവരെ കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ, ആ രീതിയിലുള്ള ഒരു സൈക്കോ ആണ് അയാള്. അപ്പൊ അങ്ങനെ അവര് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ കുഞ്ഞിനെ ഇവര് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, ഈ കൗണ്ടിങ് ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഫിംഗേഴ്സിനും മസിൽസും ഒരു ആക്റ്റീവ് ആയിട്ട് കിട്ടും. ഇവരെ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് മസിൽസിനെ മരവിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് കൈയും കാലിലും ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അവര് കുട്ടിയെ ചെയ്യിച്ച ആക്ടിവിറ്റി അവർ പ്രാക്ടീസ് ചെയ്ത് അവരുടെ കൈയുടെ വിരലുകൾ അവർ അനക്കി ഡോർ തുറന്ന് അങ്ങനെ രക്ഷപ്പെടുന്നതൊക്കെയാണ് കഥ വരുന്നത് കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്കിനി ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ജസ്റ്റ് അതിന്റെ കുറച്ച് പോർഷൻസ് നോക്കാം, അതിനുള്ള സമയമുള്ളൂ. ശരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന വിസിബിൾ ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഒരു കുഞ്ഞിന്റെ ബോഡിയിൽ, അല്ലെ, എക്സ്റ്റേണലി വരുന്ന മാറ്റങ്ങൾ, അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. കൈ വളരുന്നു, കാല് വളരുന്നു, അല്ലെ, കയ്യില് ചിലപ്പോ കുഞ്ഞു ബേബിക്കൊക്കെ കാലിലൊക്കെ ചെറിയ പാദസരോ അല്ലെങ്കിൽ തള പോലെയൊക്കെ ഇടും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നല്ല ഇറുകി, അതായത് ആ കാല് വളരുന്നതിൻ്റെതാണ്. എന്നിട്ട് അത് മാറ്റുന്നു, അല്ലെ. അരഞ്ഞാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് ചെറുതായെന്നാ പൊതുവെ നമ്മൾ പറയുന്നത്. ആക്ച്വലി ചെറുതായതല്ല, കുട്ടി വളരുന്നതാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റുന്നു. അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏജിനനുസരിച്ച് കുട്ടികളിലുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. ഏജിനനുസരിച്ച് കുട്ടി ഫിസിക്കലി കാണിക്കുന്ന ചേഞ്ചസും നമുക്കറിയാം. ഓക്കെ, ഏതൊരു പ്രായത്തിലേക്ക് എത്തുമ്പോഴും, അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴും അവരുടെ ശരീരത്തിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻട്രോ പാരഗ്രാഫും അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സും തന്നിട്ടുണ്ട്. സോ ഇതാരാ വായിക്കും? ഈ ബുള്ളറ്റ് പോയിന്റ്സ് വരെ ആര് വായിക്കും? ഞാൻ വായിക്കാം. ഓക്കെ. Physical and motor development. Physical development is referred to as process which brings progressive changes in the external as well as internal body organs of an individual in order to enhance their capacity to function. Normally, the physical changes occurs in the following dimensions. General characteristics of physical development. Physical development is very swift during infancy, that is 0 to 2 years. Period of pre-childhood, that is 3 to 6 years, is the period of fixation, that is what is attained in infancy is stabilized. Middle
childhood, 7 to 9 years, show again a period of growth and development, but the rate of growth is slow in comparison to infancy. Later childhood, that is 10 to 13 years, is again a period of fixation. The first 3 years of adolescence, early adolescence, are marked as the years of rapid growth and development. Physical growth ceases by when maturity is attained. യെസ്. ഇപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് വിസിബിൾ ആയിട്ട് എക്സ്റ്റേണൽ പാർട്സിൽ നമുക്ക് കാണാവുന്ന കുറെ ചേഞ്ചസ് ആണ്, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അല്ലെ. ഇനി ഇന്റേണലി ബോഡി ഓർഗൻസും മാറുന്നു. നമുക്കറിയാം നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു വലുപ്പമാണ് നമ്മുടെ ഹാർട്ടിനുള്ളത് എന്നുള്ള ആ ഒരു കമ്പാരിസൺ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞു ബേബിയുടെ കൈ എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും, അപ്പൊ അത് വലുതാകുമ്പോൾ ഈ ഒരു ഇങ്ങനെ പിടിക്കുന്നതിന്റെ ആ വലുപ്പത്തിനനുസരിച്ച് ഹാർട്ടിനും വലുപ്പമുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. പല ഡയമെൻഷൻസിൽ പല ഏജ്, ഇൻഫാൻസി സ്റ്റേജ് വരാം, ചൈൽഡ്ഹുഡ് സ്റ്റേജ് വരാം, പിന്നെ അഡോളസൻ സ്റ്റേജ് വരാം. അഡോളസൻ സ്റ്റേജിൽ തന്നെ പല പല ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ എല്ലാം ചേഞ്ചസ് നല്ലപോലെ വരാം. പിന്നെ ഫിസിക്കൽ ഗ്രോത്ത് സീസ് ചെയ്യുന്നൊരു ടൈമുണ്ട്, മെച്യൂരിറ്റി. അത് വണ്ണത്തിന്റെ കാര്യമല്ല കേട്ടോ, നമ്മൾ ഭക്ഷണം കഴിച്ചല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോർമോൺ ചേഞ്ചസ് മൂലം നമ്മളുടെ ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ്നെസ് അതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം ഹൈറ്റ്, നമുക്കറിയാം ഒരു ഏജ് വരെ ഹൈറ്റ് ഉണ്ടാകുള്ളൂ, പിന്നെ ഹൈറ്റ് അങ്ങോട്ട് സീസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഇത് ഇൻഫാൻസി സമയത്ത് വളരെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, 0 to 2 years ആ ഒരു ടൈം. ദെൻ പ്രീ ചൈൽഡ്ഹുഡ് 3 to 6 years. അത് കുറേയൊക്കെ അവരുടെ ബാലൻസിങ് നടക്കുമ്പോഴാണെങ്കിലും ഓടുമ്പോഴാണെങ്കിലും അവരുടെ പിന്നെ അവരുടെ ഇന്റേണൽ ബോഡി പാർട്സിന്റെ ചില കൺട്രോൾസ്, ബവൽ മൂവ്മെന്റ്സ്, യൂറിൻ പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കൺട്രോൾ, ആ ഒരു ഫിക്സേഷൻ നടക്കുന്നതാണ്. അത് സ്റ്റെബിലൈസ് ആകുന്നു. ഇൻഫാൻസി സ്റ്റേജിൽ അതൊന്നും അത്ര സ്റ്റേബിൾ ആയിരുന്നു കാണില്ല, പക്ഷെ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ 3 to 6 years വരുമ്പോൾ അങ്ങനെ കുറെ ഫിക്സേഷൻ, സ്റ്റെബിലൈസേഷൻ നടക്കും. മിഡിൽ ചൈൽഡ്ഹുഡ് ഫിംഗർ ഒക്കെ പെട്ടെന്ന് ഇതാവും. എന്താന്ന് വെച്ചാല് ഞാൻ മോൻ ചെറുതിലുള്ള സമയത്ത് 2 years ബിലോ 2 years ഉള്ള സമയത്ത് ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു റിങ് ഇട്ട് കൊടുത്തിരുന്നു കയ്യില്. ഇടുമ്പോ ലൂസായിരുന്നു. തിരിച്ച് ഈവനിങ് ആയി വീട്ടിലെത്തുമ്പോഴേക്കും അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് അഴിക്കാൻ പറ്റാതെ ജ്വല്ലറി കൊണ്ടുപോയിട്ട് അവർ കട്ട് ചെയ്യുക ചെയ്തത്. കാരണം അന്നിട്ടാണ് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. അത്ര മോർണിംഗ് മുതൽ ഈവനിങ് ആവുമ്പോഴേക്കും ആ ഫിംഗർ അതൊരു ഇത് വന്നു. അതെ അതെ. അപ്പൊ പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത്, ആ ഒരു സ്വിഫ്റ്റാന്ന് പറയില്ല, ഭയങ്കര പെട്ടെന്നാണ് അതിൽ ചേഞ്ചസ് വരുന്നത്. ചിലപ്പോ നമ്മള് കുഞ്ഞുങ്ങളെ ഇതുപോലെ 1-2 ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ പറയില്ലേ ആ ഒരു വ്യത്യാസം വന്നു, അങ്ങനെയൊക്കെ പറയാറില്ലേ ആൾക്കാര്. മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years. ആ ഒരു 9 years ഒക്കെ കഴിയുമ്പോഴേക്കും ശരിക്കും പ്യൂബർട്ടി ആ ഒരു സ്റ്റേജിലേക്ക് പോവാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. എന്നാലും ഇൻഫാൻസി സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രോത്ത് ലോ ആണ്, ഫിസിക്കലി ഉള്ള ഗ്രോത്ത് ലോ ആണ് ഇൻ കമ്പാരിസൺ വിത്ത് ഇൻഫാൻസി. ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 13 years എന്ന് പറയുമ്പോൾ വീണ്ടും അഗെയിൻ ഒരു ഫിക്സേഷൻ പോലെ വരുവാണ് ആ ഒരു സമയത്ത്. ആഫ്റ്റർ 13 years കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു മെച്യൂർ ലുക്കിലേക്ക് അവർ പോകും. ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ്, എയർലി അഡോളസൻസ്, അത് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളരുന്ന പ്രായമാണ്, നിറയെ ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും കുട്ടികൾ വളരുന്ന പ്രായമാണ്, സ്കൂളിൽ നിന്ന് വരാറേ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേഗം ഉണ്ടാക്കി വെക്കണം, അവർ വളരുന്ന പ്രായമാണ്, നിറയെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയില്ലേ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ആക്റ്റീവും ആയിരിക്കും അവര്, എപ്പോഴും ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണത്. ഓക്കെ. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴേക്കും ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. അതിന്റെ അർത്ഥം നമ്മളുടെ വെയിറ്റോ ആ ഒരു ഫാറ്റ് ആ ഒരു ഫീല് വരുന്നതോ ഒന്നും ആയിരിക്കില്ല. അത് ചിലപ്പോൾ കുറയാൻ കൂടാം, അതെല്ലാം ഹൈറ്റ് വെക്കുക, അതെല്ലാം നിൽക്കും. താഴെ നമുക്കൊരു ടേബിൾ ഉണ്ട്, നമുക്ക് ആ ടേബിളും കൂടെ ഒന്ന് നോക്കാം. പറയുന്ന ഫിസിക്കൽ ഹെൽത്ത് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, മെഷറിംഗ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ആവറേജ് ഹൈറ്റ് ഓഫ് 3-year-old is 96 centimeter and his weight is 13 kg. നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഹെൽത്തി പ്രീ സ്കൂൾ കുട്ടികളുടെ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് കോളത്തിൽ എന്താ മാർക്ക് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഏജ്. ഓക്കെ. സെക്കൻഡ് കോളം എന്തായിരിക്കും? That is weight. Third column? Height. Third is weight.
കമ്പാരിസൺ അല്ല ബോയ്സിന്റെയും ഗേൾസിന്റെയും ആണോ? യെസ്. നമ്മളുടെ ഈ ടേബിൾ ഒട്ടും കംപ്ലീറ്റ് അല്ല. ഞാൻ ക്ലാസ്സിൽ അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചത്. അപ്പോ ബോയ്സിന്റെയും ഗേൾസിന്റെയും ബോയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗേൾസിന് വെയിറ്റ് കുറവാണെന്നാണ് തോന്നുന്നത്. ദെൻ ഹൈറ്റും അതുപോലെ തന്നെ നമുക്ക് 2 കോളംസ് ഉണ്ട് അല്ലെ? യെസ് മിസ്, ഐ തിങ്ക് ബോയ്സിന്റെ ഹൈറ്റും വെയിറ്റും എപ്പോഴും കൂടുതലല്ലേ? കൂടുതലായിരിക്കും ഏജ് അനുസരിച്ച്. അതെ. അപ്പൊ അപ്പൊ നിങ്ങൾ കോളത്തിന്റെ അവിടെ നിങ്ങളുടെ കയ്യില് പ്രിന്റ് ഔട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് കോളം ഏജ് ആ ഒരു രീതിയിൽ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു കമ്പാരിസൺ. ഇതൊരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. Miss, do we have to learn this also? No need. Okay. Needn't actually. കാരണം ഇത് വേരിയിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അപ്രോക്സിമേറ്റ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ടേബിൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും ചില കാര്യങ്ങളില് ഫീമെയിൽസ് ആയിരിക്കും പ്രൊമിനന്റ് ആയിട്ട് വരുന്നത്, ചില കാര്യങ്ങളിൽ മെയിൽസ് ആയിരിക്കും പ്രൊമിനന്റ് ആയിട്ട് വരുന്നത്. ചില ഏരിയസിൽ ഫീമെയിൽസ് പ്രൊമിനന്റ് ആയിരിക്കും, ചില ഏരിയസിൽ. അത് നിങ്ങൾക്ക് ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൊക്കെ അത് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് കുറെ കൂടെ മെമ്മറി പവർ കൂടുതലാണ്, പുരുഷന്മാർക്ക് മെമ്മറി അത്രയും വരില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ ഒക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നേക്കാം. അതുകൊണ്ടല്ലേ പലപ്പോഴും മൂവീസിലും അല്ലെങ്കിൽ നോർമലി റിയൽ ആയിട്ട് ലൈഫിലും ബർത്ത്ഡേ ഓർത്ത് വെക്കുന്ന സ്ത്രീകള്, വെഡിങ് ആനിവേഴ്സറി ഓർത്ത് വെക്കുന്ന സ്ത്രീകള്, പുരുഷന്മാർ അതെല്ലാം മറന്നു പോകൂലേ? ശരിക്കും അതാണ് ആ ഒരു മെമ്മറി, ആ ഒരു പല മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഓർത്തിരിക്കുന്നത്. പിന്നെ നല്ലപോലെ എഴുതാനും, അതായത് ഹാൻഡ് റൈറ്റിംഗ് നോക്കുമ്പോൾ സ്ത്രീകളുടെ ആയിരിക്കും ജനറലി കമ്പാരിസൺ നോക്കുവാണെങ്കിൽ സ്ത്രീകളുടെ ആയിരിക്കും കൂടുതൽ നല്ലത് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ. ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ, എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല, 1-2 വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിനെ ഇപ്പൊ 10 പേരെ വെച്ചിട്ട് നമ്മളൊരു സർവേ എടുക്കുവാണെങ്കിൽ 8 സ്ത്രീകളും നല്ലപോലെ എഴുതുന്നവരായിരിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ലേഡീസ് ആയിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വോയിസ്, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ആ ഒരു ടോൺ, അത് സ്ത്രീകളുടെ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പുരുഷന്മാരുടെ കുറച്ചുകൂടെ റഫ് ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻ സഹിക്കണത് അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് അങ്ങനെ എന്തോ ഒരു കമ്പാരിസൺ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. മെന്റൽ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് വ്യത്യാസമുണ്ട്. അതെ, ശരിയാണ്. In women it is more like mental strength and ശരിയാണ്. കുറെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ മാനേജ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. പക്ഷെ പുരുഷന്മാര് സപ്രസ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ് കുറവാണല്ലോ. മെത്തേഡ് അവർ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പണ്ട് തുടങ്ങിയ ഒരു സ്റ്റിഗ്മയുണ്ട്, നീ ആണല്ലേ എന്തിനാ കരയുന്നേ എന്നുള്ളത്. ആ ഒരു സ്റ്റിഗ്മ ഉള്ളിടത്തോളം കാലം ഇവർക്ക് കരയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ പ്രോബ്ലം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, അടുത്ത വീട്ടിലൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഓർഗർ ചെയ്തതാ. അവർ സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. ഒരു UKG പഠിക്കുന്ന മോനുണ്ട്, അവന്റെ കൂട്ടുകാരൻ ഒരു മോൻ കളിക്കാൻ വന്നവര് കളിച്ചതിനിടയ്ക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു. ഈ വന്ന കുട്ടി, ഇവരുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് ആയിട്ട് വന്ന കുട്ടി കരഞ്ഞപ്പോ UKG പഠിക്കുന്ന ഈ കൊച്ചിന്റെ അമ്മ പറയുവാണ്, അയ്യേ നീ ബോയ് അല്ലേ, നീ സ്ട്രോങ് ആയിരിക്കണം, കരയാൻ പാടുണ്ടോ, പെൺകുട്ടികളാണ് കരയുന്നത്, നീ ഇനി കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുടിയൊക്കെ ഞാൻ കെട്ടിവെച്ച് പൂവൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊടിച്ച്, അപ്പൊ എന്റെ പേരുണ്ട്, ആ പേരില് ഇകാരം കൂടെ ചേർത്ത് അങ്ങനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാനിതിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണേ. നമ്മള് അങ്ങനെ തൊട്ടപ്പുറത്തെ വീടല്ല, അങ്ങനെയൊക്കെ നമ്മളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാണെങ്കിൽ നമ്മൾ ഇടപെടണം. അത് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ അതൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്, ഇവർ ഈ ഫീലിങ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയാനായിട്ട് റോങ് വേ തേടി പോകാം, കുട്ടികൾ പ്രത്യേകിച്ച്.
അതേസമയം കരഞ്ഞങ്ങ് പോകുമ്പോ അവർക്ക് വേറൊരു മെത്തേഡ് വേണ്ട, ഇനഫ്. ആ കരഞ്ഞു കഴിയുമ്പോ ആ ഒരു കുറെ കരഞ്ഞു കഴിയുമ്പോ ഒരു സമാധാനം കിട്ടും. അതേസമയം ഉള്ളിൽ വെച്ച് വെച്ച് അവര് വേറെ എന്തിനെങ്കിലും അഡിക്റ്റ് ആവും, വേറെ എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ കേസസ് ഒക്കെ വരാം. പ്രത്യേകിച്ചും ഓരോ അഡൾട്ടായി അഡോളസൻസിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതൊന്ന് വെന്റിലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതൊരു റോങ് ആയതായിട്ട് കൊച്ചിന്റെ അമ്മ കളിയാക്കുന്നു. എനിക്ക് നാണമില്ല ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ കരയാനെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും അമ്മയുടെ അടുത്ത് ആ വിഷമങ്ങൾ പറയാൻ പോവില്ല. അവൻ പോകും വേറെ വല്ലയിടത്തും, അല്ലെ? സോ എല്ലാവർക്കും അവരുടെ ഇമോഷൻസ് പുറത്തേക്ക് കളയാൻ അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസേർവിംഗ് ആണ് എല്ലാ ആൾക്കാരും. അത് ആൺ പെൺ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കരയണോ കരഞ്ഞ് തന്നെ തീർക്കാം. എന്തോ ആണുങ്ങൾ കരയരുത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ഇല്ല. ഓക്കെ, അതിനോട് യോജിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഇല്ല മാം. കരഞ്ഞ് തന്നെ തീരട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മൾ അതിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് നമ്മുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് അവരതങ്ങ് തീർത്തോളൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ. സോ ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു രീതി നമുക്ക് മനസ്സിലായല്ലോ. ആ ഒരു റാപ്പിഡ് ഗ്രോത്ത് വരുന്ന സമയമുണ്ട്, പെട്ടെന്ന് ആ ഒരു ഗ്രോത്തിന്റെ ആ ഒരു സ്പീഡ് കുറയുന്നു, പിന്നെ മെച്യൂരിറ്റി ആകുമ്പോഴേക്കും അത് സീസ് ചെയ്യുന്നു, സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് നമ്മൾ വരുന്നുണ്ട് ആ ഒരു ഈ ഏജിൽ അവരുടെ മസിൽസിൽ വരുന്ന വ്യത്യാസങ്ങള്, പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് കുറച്ചുണ്ട് മൂവ്മെന്റ്. അതായത് പല പല ബോഡി പാർട്സ് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള കോർഡിനേഷൻ, ഇപ്പൊ തലയും കാലും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ എല്ലാം അതിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടി ചെയ്യാം. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ബൈ മാം. ബൈ. Thank you, miss. Thank you, miss. Bye. Can I ask something? Yes, please. Actually, ഞാനിങ്ങനെ അന്ന് ചോദിച്ചായിരുന്നില്ലേ ഇന്റേൺഷിപ്പിനെ കുറിച്ച്, ക്യാൻ ഐ അപ്രോച്ച് ദ സ്കൂൾ നൗ? അത് ചോദിക്കാൻ കാരണം വെച്ചാൽ മൈ സിസ്റ്റർ ഇൻ ലോ, എൻ്റെ ചേട്ടത്തിയമ്മ, അവര് സ്കൂൾ ടീച്ചർ ആയിരുന്നു, മോളുടെ സ്കൂളിൽ തന്നെ മിസ്സായിരുന്നു. അപ്പൊ അവര് ഇപ്പൊ റിട്ടയർ ആയി. സോ അക്കോർഡിംഗ് ടു ഹെർ ഈ ഡിസംബർ മാസം നവംബർ ഡിസംബർ കഴിഞ്ഞിട്ടാണ് പുതിയ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അവര് നോക്കാൻ തുടങ്ങുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ മാർച്ച് ആകുമ്പോഴേക്ക് വേറെ ആരെങ്കിലും എടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ അറിയില്ല, അത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വാതിൽ അവിടെ തുറന്നു കിടക്കുവാണല്ലോ. യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, പിന്നെ മോളുടെ സ്കൂളും ഉണ്ട്. സോ ഐ വാസ് വണ്ടറിങ് ഇഫ് അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ, ജസ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ജസ്റ്റ് വി ക്യാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യൂ, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു. Okay, thank you, teacher. Have a nice day. Bye, thank you.